കടലിൽ കിട്ടുമ്പോൾ കിട്ടി, പോകുമ്പോൾ പോയി. അങ്ങനെയുള്ളവർക്ക് നോക്കാൻ പറ്റില്ല. ഈ സമയം മീൻ കിട്ടുന്ന ഈ സമയം മാറ്റുന്ന ഇപ്പം 10 ദിവസം നീട്ടി വെച്ചാക്കി. സാധാരണ 15-ാം തീയതി, ഇപ്പോൾ 10-ാം തീയതി കൂട്ടിയാ 5 ദിവസം മുമ്പേ ഈ മത്സ്യത്തിനുള്ള വിഷം കൊടുത്തു എല്ലാം പറയും മന്ത്രിമാരോട്. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് അർദ്ധരാത്രി 12 മണി മുതലാണ് ട്രോളിംഗ് നിരോധനം. ശക്തികുളങ്ങര ഹാർബറിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ ട്രോളിംഗ് നിരോധനം ആരംഭിക്കുന്നതിൻ്റെ ആ ദിവസം പകൽ നിരവധിയായിട്ടുള്ള മീനുകളാണ് ഇവിടെ കയറിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇല്ലാത്ത വിധം മീനുകൾ കയറിയിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഈ മത്സ്യബന്ധന മേഖലയുമായി നിൽക്കുന്ന മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ പറയുകയും ചെയ്യുന്നത്. ഈ ശക്തികുളങ്ങര ഹാർബറിലെ ഈ ലേലം ഉൾപ്പെടെയുള്ളവ നടക്കുന്ന സ്ഥലമാണിത്. ഇവിടെ നമുക്ക് കാണാം ഈ ദൃശ്യങ്ങളിൽ വലിയ രീതിയിൽ കണവ മീനൊക്കെ വലിയ രീതിയിലാണ് ഇന്നത്തെ ദിവസം ഇവിടെ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെയ്നറൊക്കെ മറിഞ്ഞതിന് ശേഷം ഒരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇന്നാണ് വലിയ രീതിയിൽ മീൻ ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഇവിടെ ആളുകൾ പറയുന്നത്. ഇന്ന് ഒത്തിരി മീനൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? വളരെ പരാജയം തന്നെ. മത്സ്യബന്ധന മേഖല വളരെ തകർച്ചയിലാണ്. അത് ഇപ്പോഴത്തെ ഷിപ്പ് താങ്ങ ഒരു വലിയ വിഷയവും പ്രകൃതി ദുരന്തവും എല്ലാം അനുഭവിക്കുന്ന മത്സ്യബന്ധന മേഖലയിലുള്ള ആൾക്കാർ തന്നെ. ആ സാഹചര്യത്തിൽ സർക്കാർ ഇതിന് ഉചിതമായ തീരുമാനം എടുക്കണം. കാരണം ഇവിടുന്ന് ഫിഷിങ്ങിന് ഇഷ്ടം പോലെ ബോർഡും വലയും റോപ്പും എല്ലാം നഷ്ടപ്പെട്ടു. കടലിൽ വല വലിക്കാൻ പറ്റുന്നില്ല. മത്സ്യലഭ്യത കുറവ്. മത്സ്യലഭ്യത ഉള്ള മേഖലയിലാണ് ഈ കപ്പലിൻ്റെ കണ്ടെയ്നറുകൾ വന്നിരിക്കുന്നത്. ഇന്ന് കുറച്ച് മീൻ വന്നപ്പോൾ ട്രോളിംഗ് നിരോധനമായി അല്ലേ? അത് ഇന്നത്തെ ദിവസം കുറഞ്ഞ മീനേ ഉള്ളൂ. അത് 4-5 ദിവസം ഫിഷ് ചെയ്ത മീനാ ഇറക്കുന്ന. ഇത് എണ്ണക്കാശിനെ കിട്ടത്തുള്ളൂ. എന്നാലും കടത്തിൽ പോകാനാ സാധ്യത. ഈ ആളുകൾ അതാണ് അവരുടെ ഏറ്റവും വലിയൊരു ആശങ്ക. അത് തന്നെയാണ്. ഈ കണ്ടെയ്നർ കൂടെയൊക്കെ മറിഞ്ഞതോടുകൂടെ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക എത്തി. കണ്ടെയ്നർ കൂടെ വന്ന് അത് ഒരു പ്രശ്നം. ഇപ്പോൾ ബോട്ടുകാർക്ക് ഒരു ബോട്ടിൽ ഞങ്ങൾ വിളിക്കുന്ന ബോട്ടിൽ 2 വല നഷ്ടപ്പെട്ടു. 2 വലയപ്പോൾ തന്നെ 4 ലക്ഷം രൂപ. അത് പിന്നെ അല്ലാതെ ബോർഡും റോപ്പും എല്ലാം കൂടെ പോയവരുമുണ്ട്. അത് ഭയങ്കര പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ വലിയ രീതിയിലാണ് ഇവർ ആശങ്കയൊക്കെ പറഞ്ഞത്. എന്താണ് ഇതേതുവരെ ജോലിയിലാണ്. ജോലി വന്നപ്പോൾ പൂട്ടിക്കെട്ടുന്നത്. ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ പൂട്ടിയിട്ട് എന്ത് കാര്യം സാധിക്കാൻ? തെങ്ങും നെല്ലും എല്ലാം ഉള്ളിടത്ത് പൂട്ടുന്നില്ലല്ലേ. കടലിൽ കിട്ടുമ്പോൾ കിട്ടി, പോകുമ്പോൾ പോയി. അങ്ങനെയുള്ളവർക്ക് നോക്കാൻ പറ്റില്ല. ഈ സമയം മീൻ കിട്ടുന്ന ഈ സമയം മാറ്റുന്ന ഇപ്പം 10 ദിവസം നീട്ടി വെച്ചാക്കി. സാധാരണ 15-ാം തീയതി, ഇപ്പോൾ 10-ാം തീയതി കൂട്ടിയാ 5 ദിവസം മുമ്പേ ഈ മത്സ്യത്തിനുള്ള വിഷം കൊടുത്തു എല്ലാം പറയും മന്ത്രിമാരോട്. ഈ ആളുകളെല്ലാം അത്തരത്തിലൊരു വിഷമത്തിൽ തന്നെയാണ്. കാരണം ഒന്ന്, ഈ മത്സ്യലഭ്യത ആയി തുടങ്ങിയപ്പോൾ ഇത്തരത്തിൽ ട്രോളിംഗ് നിരോധനത്തിലേക്ക് പോകുന്നു. മാത്രമല്ല ഈ കണ്ടെയ്നർ കണ്ടെയ്നർ മറിഞ്ഞതോടുകൂടെ അതും വലിയ രീതിയിലേക്കുള്ള ഒരു പ്രശ്നമുണ്ട്. എന്തായാലും അധികം വൈകാതെ ഈ ഇവരുടെ പ്രശ്നങ്ങൾ, അതായത് സർക്കാർ പറഞ്ഞ റേഷൻ ഉൾപ്പെടെയുള്ളവയെങ്കിലും കൃത്യമായി ലഭ്യമാക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് അവർ പ്രധാനമായിട്ടും സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. ശക്തികുളങ്ങര ഹാർബറിൽ നിന്നും ക്യാമറ പേഴ്സൺ രതീഷ് മാടമ്പിശലിനൊപ്പം ലിജോ റോളൻസ്.